ഇവൻ്റെ വൈഫും ബ്രദറും സിസ്റ്ററും എല്ലാവരും കൂടെ ഇരുന്ന് ഒരുമിച്ച് ഫുഡ് കഴിക്കുകയായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവൻ റൂമിലോട്ട് വരികയാണ്. റൂമിലോട്ട് വന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവൻ്റെ സിസ്റ്റർ വന്ന് പറയാണ്, ഇവൻ്റെ വൈഫിനെ ഇവൻ്റെ ബ്രദർ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ പറയാണ്. ഇവൻ ആകെ നന്നായിട്ട് പാനിക്കാവുന്നുണ്ട്. അവൻ്റെ ബ്രദറിൻ്റെ സ്വഭാവം ഇവന് നന്നായിട്ട് അറിയും. അവന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൻ വല്ലാത്ത രീതിയിൽ വയലൻ്റ് ആവും. അത് ഇവന് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ നഷ്ടപ്പെട്ടിട്ട് അവ ഇരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തം ഒരു വട്ടായ അവസ്ഥയിലാണ് അവ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ എന്ത് ചെയ്യുമെന്നുള്ളത് ഇവന് മനസ്സിലായതുകൊണ്ട് തന്നെ ഓടിപ്പോകുന്നുണ്ട് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പോകുന്ന സമയത്ത് പെട്ടെന്ന് അവന് തലയിറക്കം പോലെ വരാണ്. അവൻ്റെ തലയിലൊക്കെ ഒരു പെയിന് പോലെ വരെയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ തല ഇറങ്ങി ഫ്ലോറിലേക്ക് വീഴുന്നുണ്ട്. ആ സമയത്താണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ആക്ച്വലി ഇവൻ്റെ ബ്രദർ അല്ല വില്ലൻ, ഇവളാണ് വില്ലത്തി. ഇവളാണ് ഇവരെ ഫാമിലിയുടെ കൂടെ നിന്ന് ഇവരെ ചതിക്കുന്ന വില്ലത്തി ഇവളാണ്. പക്ഷേ ഇവരാരും അതറിയുന്നില്ല. ഇവൾ പാവമാണ്. ഇവളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാവം പെൺകുട്ടിയായിട്ടാണ് ഇവളെ എല്ലാവരും കരുതുന്നത്. കഴിക്കുന്ന ഫുഡിൽ മനഃപൂർവ്വം എന്തോ മയങ്ങി വീഴാനായിട്ടുള്ള ഒരു പോയിസൺ ചേർത്തിട്ട് ഇവളാണ് മനഃപൂർവ്വം അവന് കൊടുക്കുന്നത്. അങ്ങനെ ഇവൻ്റെ ബ്രദർ അവളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഇവ ഒരുപാട് ഇമോഷണൽ ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും ഈ പെൺകുട്ടി അവൻ്റെ പേര് വിളിക്കുന്ന സമയത്ത് ഇവൻ്റെ ഗേൾ ഫ്രണ്ട് അവൻ്റെ പേര് വിളിക്കുന്നത് പോലെ ഇവന് തോന്നുകയാണ്. അങ്ങനെ വളരെ ഇമോഷണലായിട്ട് അവൻ കരയും. ഇവളെ കൊല്ലാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ ഇരുന്ന് കരയും. അവളുടെ അടുത്ത് മാപ്പ് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ഡ്രിങ്ക്സ് കഴിച്ചു പോയി. ആ ഡ്രിങ്ക്സ് കഴിച്ചതിൻ്റെ കാര്യം കൊണ്ട് എൻ്റെ കൺട്രോൾ പോയതാണ്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോഴാ പെൺകുട്ടി പറയുന്നുണ്ട്, നിൻ്റെ ഗേൾ ഫ്രണ്ട് മരിച്ചു പോയി, അത് നീ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. ആരുടെയും തെറ്റുകൊണ്ടല്ല അവൾ മരിച്ചു പോയത്, അതൊരു അപകടമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവൾ അവനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇമോഷണലായിട്ട് അവൻ അവളോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവളെ ഹസ്ബൻഡ് അങ്ങനെ ബോധമില്ലാതെ കിടക്കുകയായിരുന്നല്ലോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവന് ബോധമൊക്കെ വരുന്നുണ്ട്. അവ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും ആദ്യം തന്നെ അവളെയാണ് അവൻ അന്വേഷിക്കുന്നത്. അവളെ അന്വേഷിച്ച് അവൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ അവന് കാഴ്ച നഷ്ടപ്പെട്ടിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സാഹചര്യമായിട്ട് അവന് ഒട്ടും ഇടപഴകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവ കണ്ണു തുറക്കുന്നു നോക്കുമ്പോഴത്തേക്കും അവന് ചുറ്റുമുള്ളതെല്ലാം ബ്ലറി ആയിട്ടാണ് കാണുന്നത്. അവൻ്റെ കാഴ്ചയെല്ലാം അതൊക്കെ നന്നായിട്ട് മങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ആ സമയത്ത് ഡോറ് തുറന്ന് ഒരു നേഴ്സ് പെൺകുട്ടി കടന്നു വരുന്നുണ്ടായിരുന്നു. ആ നേഴ്സിൻ്റെ മുഖം പോലും അവന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവളെ രക്ഷിക്കാൻ വേണ്ടി പോകാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ആ പെൺകുട്ടി അവൻ്റെ അടുത്ത് പറയണേ, ഇത് ഞാനാണ്. അവളെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവന് മനസ്സിലാവുന്നുണ്ട് അവൻ്റെ വൈഫാണെന്നുള്ള കാര്യം. അപ്പോഴേ അവൻ ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ ആണോ, നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ചോദിക്കും. അവൾ പറയണം അവസാനം അവന് തെറ്റ് മനസ്സിലാക്കിയിട്ട് അവൻ എന്നോട് ക്ഷമ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അവൾ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇവൻ്റെ അനിയത്തിയാണ് ഇതിനൊക്കെ പിന്നിലുള്ള ശരിക്കും വില്ലത്തി എന്നുള്ളത് ഇവർക്ക് രണ്ടുപേർക്കും തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളത് നമുക്ക് അടുത്തുള്ള എപ്പിസോഡിൽ കണ്ട് മനസ്സിലാക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്